റോമർക്കെഴുതിയ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർപ്പിക്കുന്നുണ്ട്, വിശ്വാസം പ്രസംഗത്താലും പ്രസംഗം ക്രിസ്തുവിൻ്റെ വചനത്താലും സാധിക്കുന്നുവെന്നാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും സാധിക്കുന്നുവെന്നാണ്. അതുകൊണ്ട് വചനം കേൾക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലുമുള്ള കൃത്യമായ വിലയിരുത്തലുകളും അതിൻ്റെ ഫലം കൊയ്യലുമാണ്. നമ്മളൊരു പ്രത്യേക കാലഘട്ടത്തിലാണ് ഇന്നേ ദിവസം ഇവിടെ വന്നിരിക്കുന്നത്. 3 നോമ്പിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് 50 നോമ്പിലേക്ക് നമ്മൾ അടുക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അച്ഛൻ ഓർപ്പിച്ചതുപോലെ അനുതാപത്തിൻ്റെ ഫലം കായ്ക്കുകയും ആ ഫലം സഹോദരങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്ന അനശ്വരമായ ഒരു ദിനത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്. യോനയെ പോലെ തന്നെ അവിടെ ആ നിനുവ പട്ടണത്തിനും കൃപയാലുള്ള സ്നേഹത്താലുള്ള സ്വാതന്ത്ര്യം കൊടുത്ത ഒരു ദൈവത്തിൻ്റെ കഥ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തതാണ്. എവിടെ പോയാലും ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന് അന്യമായി പോകുവാൻ സാധിക്കുകയില്ല എന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് യോനയുടെ പുസ്തകം നമ്മളോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയവും അതുതന്നെയാണ്. യെശയ്യാ പ്രവചന പുസ്തകം 43-ാം അധ്യായം 1-ാം വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാകുന്നു. ഇസ്രായേൽ ജനത്തോട് ബലപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാനായി യെശയ്യാ പ്രവചനത്തിലൂടെ യെശയ്യാവ് കൃത്യമായി പറയുന്ന വാക്യമാണിത്. വീണ്ടെടുക്കുക എന്ന് മാത്രമല്ല, പേർ ചൊല്ലി വിളിക്കുക എന്നും കൂടി അവിടെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഒരാൾ നമ്മളെ കണ്ടപ്പോൾ നമ്മളോട് ചോദിക്കുക, എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വിശേഷമൊന്നുമില്ല എന്ന് പറയും. അതേസമയം എൻ്റെ പേര് ദീപു എന്നാണ്. അപ്പോൾ ദീപു അച്ഛ എന്തുണ്ട് വിശേഷമെന്ന് വളരെ കാലം കൂടി ഒരാൾ നമ്മളെ കണ്ട ശേഷം വിളിക്കുകയാണെങ്കിൽ അയാളിനോടൊരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് തോന്നും, ഒരു വല്ലാത്ത അടുപ്പം തോന്നും. ഇത്രയും കാലമായിട്ടും ഈ മനുഷ്യൻ എൻ്റെ പേർ പോലും മറന്നില്ലല്ലോ, എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ബോധ്യം. ആ ബോധ്യത്തിൽ നിന്ന് അയാളോട് കൂടുതലായ ഒരടുപ്പം തോന്നും. ദൈവവും ഇതുപോലെ തന്നെ നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്നുവെന്ന് യെശയ്യാ പ്രവചന പുസ്തകത്തിലൂടെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ദേവാലയത്തിൽ വിശുദ്ധൻ്റെ പരിസരത്തിൽ നമുക്ക് വന്ന് നിൽക്കുവാൻ സാധിക്കുന്നത്, അല്ലെ ഇരിക്കുവാൻ സാധിക്കുന്നത്. നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും നമ്മുടെ എന്തോ മിടുക്കുകൊണ്ടാണ് എന്ന്. കുറേ മിടുക്കൊക്കെ ഉണ്ട്. രാവിലത്തെ അധ്വാനങ്ങളെല്ലാം ഒന്ന് ഒഴിച്ചു വെച്ച് നമ്മളെല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കി ഇന്ന് ഈ ദേവാലയത്തിലേക്ക് വരണമെന്നുള്ള വളരെ പ്രത്യാശയോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ എത്തിച്ചേർന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുക, ഇത് സാധിക്കാത്ത എത്രയോ മനുഷ്യരുണ്ട്. നമ്മളെ ഇവിടെ എത്തിച്ചേർത്തത് നമ്മുടെ ദൈവമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടതിനും അത്രേ എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു വിചാരം നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്, നമ്മൾ ഈ മാർഗം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മുടെ ചിലപ്പോഴത്തെ വിചാരമുണ്ടാകുന്നത്. പക്ഷേ അങ്ങനെയല്ല ക്രിസ്തു നമ്മളെ ഓർപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങളെ ഓരോരുത്തരെയും ഞാനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ വരാൻ സാധിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിത് കേൾക്കുവാൻ സാധിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിത് പറയുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വിളിക്ക് വലിയൊരർത്ഥമുണ്ട്. നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. ആ വിളിയെ കേൾക്കുവാന്,
അതിനോട് പ്രതികരിക്കുവാനായിട്ട്, അതനുസരിച്ച് ഫലം കായ്ക്കുവാനായിട്ട്, അതനുസരിച്ച് വളരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ഒരു ജനതയെ വിളിക്കുന്ന കഥയുണ്ട്. ബൈബിൾ ഉടനീളം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് ഈ വിളിയുടെ കഥയാണ്, അല്ലേ? വിളിയുടെ കഥയാണ്. അബ്രഹാമിനെ വിളിക്കുന്നു, നോഹയെ വിളിക്കുന്നു, അല്ലേ? അങ്ങനെ വിളിയുടെ ഒരു കഥയാണ് പറയുന്നത്, അല്ലേ? പക്ഷേ നമ്മൾ പലപ്പോഴും ബൈബിളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. യോഗ്യതയുള്ളവരെക്കാളും കൂടുതൽ അയോഗ്യന്മാരെ വിളിക്കുന്ന ഒരു ദൈവത്തെ കാണുന്നുണ്ട്, അല്ലേ? യോഗ്യതയെക്കാളും കൂടുതൽ അതിലും യോഗ്യത കുറവുള്ളവരെ ആണ് ദൈവം വിളിക്കുന്നത്. ഏശാവിൻ്റെയും യാക്കോവിൻ്റെയും കഥ തന്നെ ഉദാഹരണമല്ലേ? ഏശാവ് കൃത്യമായി കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. പക്ഷേ അവനേക്കാളും ഇച്ചിരി തന്നിഷ്ഠയായ അമ്മയുടെ വാക്ക് കേട്ട് അപ്പനെ വിരോധിക്കുകയും തൻ്റെ സഹോദരനെ കളിപ്പിക്കുകയും ചെയ്തവനെയാണ് എന്ത് ചെയ്തത്? ദൈവം വിളിക്കുന്നത്. അവനെയാണ് ഇസ്രായേലായി ചേർത്ത് നിർത്തുന്നത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും വിളിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ തിരിച്ചറിയുവാൻ നമുക്കിപ്പോഴായിരിക്കുന്ന ഈ പ്രതിസന്ധികൾ, നമുക്കിപ്പോഴായിരിക്കുന്ന ഈ മനസ്സിൻ്റെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, നമ്മളായിരിക്കുന്ന പ്രലോഭനങ്ങൾ, ഇതെല്ലാത്തിനും ദൈവത്തിനൊരു അർത്ഥമുണ്ട്. വിളിക്ക് ഒരു നിയോഗമുണ്ട്. യോന നിനിവയിലേക്ക് പോകാതെ തർസീസിലേക്ക് പോയി, അല്ലേ? തർസീസിലേക്ക് പോയപ്പോൾ ആ കപ്പലിൽ ഉണ്ടായിരുന്ന എത്രയോ മനുഷ്യരെയാണ് അത് ബാധിച്ചത്. ആ കപ്പലിലുണ്ടായിരുന്ന എത്രയോ മനുഷ്യരെയാണ് അത് ബാധിച്ചത്. അവസാനം യോന പറയുന്നുണ്ട്, ഈ പ്രതിസന്ധി മാറണമെങ്കിൽ എന്നെ കപ്പലിൽ നിന്ന് വെളിയിലേക്ക് എടുത്തിടുക എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെയും ഇന്നിൻ്റെ ഈ പ്രതിസന്ധികളിൽ, ഈ പ്രശ്നങ്ങളിലൊക്കെ വിളിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്നുള്ള ബോധ്യമുണ്ടാകണം. ഇസ്രായേൽ ജനത്തെ വിളിക്കുന്ന കഥ അവിടെ പുറപ്പാട് പുസ്തകം മുതൽ സവിസ്തരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സകല ജാതികളിൽ നിന്നും നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാ ജാതികളിൽ നിന്നും നിന്നെ പ്രത്യേകമായി വിളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ആ കഥയിലൂടെ ഒന്ന് സഞ്ചരിച്ച് നമുക്ക് ഈ വിളിയെ ഒന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാൻ മാത്രമാണ് ഈ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തെ വിളിക്കുവാനായി മോശയെ ദൈവം വിളിക്കുന്നത് എവിടെ നിന്നാണ്? ഞാങ്ങണപ്പെട്ടിയിൽ നിന്നാണ്. ഞാങ്ങണപ്പെട്ടിയിൽ നിന്നാണ് മോശയെ, ഇസ്രായേൽ ജനത്തെ വിളിക്കുവാനായി, വീണ്ടെടുക്കുവാനായി മോശയെ തിരഞ്ഞെടുക്കുന്നത്. അവൻ ഞാങ്ങണപ്പെട്ടിയിൽ അവനെ കിടത്തി ഒഴുക്കി വിട്ടത് കൊണ്ടാണ് അവൻ കൊട്ടാരത്തിൽ രാജകുമാരനായി വളരുവാൻ പ്രാപ്തനായത്. നിങ്ങൾക്ക് ആ കഥ നന്നായി അറിയാം. വലിച്ചെടുക്കപ്പെട്ടു എന്നാണ് മോശ എന്ന വാക്കിനർത്ഥം. വലിച്ചെടുക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ 40 വർഷം രാജകുമാരനായി ഒരു ഇസ്രായേൽക്കാരൻ മിസ്രൈം കൊട്ടാരത്തിൽ ജീവിക്കുകയും അഭ്യസിക്കുകയും വളരുകയും ചെയ്യേണ്ടത് ഇസ്രായേൽ എന്ന വലിയ ജാതിയുടെ വിടുതലിനും വീണ്ടെടുപ്പിനും ഒരു ചരിത്രമാണ്. അവനെ അങ്ങനെ വീണ്ടെടുത്തത് കൊണ്ടാണ് അവൻ തൻ്റെ ജാതിയെ തിരിച്ചറിയുകയും ആ ബോധ്യമുണ്ടാകുകയും ചെയ്തപ്പോഴാണ് അവൻ മണലാരണ്യത്തിൽ ആട് മേച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദർശനം കാണുന്നത്. എന്താണ്? മുൾപ്പടർപ്പിൽ തീ, പക്ഷേ മുൾപ്പടർപ്പ് വെന്തുപോകുന്നില്ല. അടുത്ത് ചെന്നപ്പോൾ പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതുവരെ അവനെ ദർശിക്കുവാൻ സാധിക്കാത്ത, അവന് ചിന്തിക്കുവാൻ സാധിക്കാത്ത, അവൻ ഇതുവരെ വിചാരിക്കാത്ത ഒരിടത്തു നിന്ന് കൃത്യമായൊരു ദൈവ സന്ദേശം, കൃത്യമായൊരു ദൈവാന്വേഷണം അവന് കൊടുക്കുകയാണ്. 440 സംവത്സരമാണ് ജോസഫും അതിനെ തുടർന്നുള്ള തങ്ങളുടെ തലമുറയും എവിടെ പോയി താമസിച്ചത്? മിസ്രൈമിൽ പോയി താമസിച്ചത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 25 തലമുറ. ഒരു 25 തലമുറ യഹോവയിൽ നിന്ന് വിട്ടുനിന്ന്, ദൈവത്തിൽ നിന്ന് വിട്ടുനിന്ന് പോകുമ്പോൾ അവരുടെ വിശ്വാസവും
അവരുടെ ജീവിതമൊക്കെ എങ്ങനെയായിരിക്കും അല്ലേ? നമുക്ക് നമ്മുടെ അപ്പമ്മ ഒരു 3-4 തലമുറയെ നമുക്കറിയത്തുള്ളൂ. 25 തലമുറയ്ക്കപ്പുറം ഒരു ദേശത്തേക്ക് വന്നു ചേർന്ന ഒരു മനുഷ്യർ, അവിടുത്തെ സംസ്കാരം ഉൾക്കൊണ്ട മനുഷ്യർ, അവിടുത്തെ ദൈവത്തെ ഉൾക്കൊണ്ട മനുഷ്യർ, ആ മനുഷ്യരുടെ ഇടയിലേക്ക് തെരഞ്ഞെടുത്തവനോട് പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇവിടെ നിന്ന് തെരഞ്ഞെടുത്താണ് അവനെ എങ്ങോട്ട് അയക്കുന്നത്? കൊട്ടാരത്തിലേക്ക് അയക്കുന്നത്. 80 വയസ്സാകുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യനെ ഫറവോന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇസ്രായേൽ ജനത്തെ ഒരു ദിവസത്തെ ആരാധനയ്ക്കായി കടൽ കടത്താൻ. ഒരു ദിവസത്തെ ആരാധനയ്ക്കായി കടൽ കടത്താനായി മോശ ചെന്ന് ഫറവോനോട് ചോദിക്കുകയാണ്. ആദ്യത്തെ ബാധ നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യത്തെ ബാധ എന്തായിരുന്നു? നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കഥയല്ല ഈ പറയുന്നത്. ആദ്യത്തെ ബാധ എന്തായിരുന്നു? രക്തം വെള്ളമായി, വെള്ളം രക്തമായി തീർന്നു. വെള്ളം രക്തമായി തീർന്നു. മുഴുവൻ വെള്ളവും രക്തമയം, രക്തം പോലെ തോന്നിക്കപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫറവോൻ പറയുന്നുണ്ട്, നാളെ തന്നെ നിങ്ങൾ പൊയ്ക്കോ, പക്ഷേ ഈ ഒരു അവസ്ഥ ഒന്ന് മാറ്റിത്തരണം. മാറിക്കഴിഞ്ഞപ്പോൾ ഫറവോന്റെ ഹൃദയം എന്തായി തീർന്നു എന്നാ പറയുന്നത്? കഠിനമായി. ആരാണ് കഠിനമാക്കിയേ? ആരാണ് കഠിനമാക്കിയേ? യഹോവയാണ് കഠിനമാക്കിയേ, ദൈവമാണ് കഠിനമാക്കിയേ. പ്രിയമുള്ളവരെ, ആ കഠിനമാക്കിയ സാഹചര്യം അവനെയും അവന്റെ ജനത്തെയും കൊണ്ടെത്തിച്ചത് എവിടെയാ? കടിഞ്ഞൂൽ സംഹാരത്തിലേക്കാണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, ദൈവം ഒരു മനുഷ്യനോട് ഇടപെടുന്നത് ഇങ്ങനെയാണ് എന്ന ബോധ്യം അച്ഛനിപ്പോ ഓർപ്പിച്ചല്ലോ. റിപ്പൻഡൻസ് എന്ന് പറഞ്ഞാൽ സഹോദരനോടുള്ള കരുണ കൂടിയാകണം, വിട്ടുകൊടുക്കുന്നതിലൂടെയാകണം, ക്ഷമിക്കുന്നതിലൂടെയാകണം. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ, നമ്മുടെ ഇപ്പോഴത്തെ വേദനകൾ, നമ്മുടെ ഇപ്പോഴത്തെ നൊമ്പരങ്ങളൊക്കെ ചിലപ്പോൾ അതുകൊണ്ടാകാം. ഫറവോന് നഷ്ടങ്ങൾ ഉണ്ടായത്, സ്വന്തം ആദ്യജാതനെ നഷ്ടപ്പെട്ടത് അവൻ എന്ത് സംഭവിച്ചതുകൊണ്ടാ? ഹൃദയം കഠിനമാക്കിയതുകൊണ്ട്. ആദ്യത്തെ ബാധയിൽ തന്നെ അവന് വേണമെങ്കിൽ വിട്ടയക്കാമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കഥ നമ്മളെ അവിടെ കനാൻ ദേശത്തേക്ക്, ഈ മനുഷ്യരുടെ നടപ്പിൻ്റെ കഥ നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നത്, അടയാളപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ വിളിയോട് ചേർത്താണ്. കടൽ കടക്കുന്ന മനുഷ്യർ പിറുപിറുക്കുന്നു, മോശയ്ക്കെതിരെ ഭയങ്കരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. അങ്ങനെ അവസാനം വെറും 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന യാത്ര എത്ര ദിവസം കൊണ്ടാ തീർത്തേ? എത്ര നാളുകൊണ്ടാ തീർത്തേ? 40 വർഷം കൊണ്ടാണ് തീർത്തത്. കേവലം 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന യാത്ര 40 വർഷം കൊണ്ടാണ് തീർത്തത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. ആ ബോധ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ റെസ്പോൺസ് ശരിയല്ലെങ്കിൽ, നമ്മുടെ പ്രതികരണം ശരിയല്ലെങ്കിൽ, ദൈവത്തോട് നമ്മുടെ ഇടപെടൽ ശരിയല്ലെങ്കിൽ, അവൻ്റെ വിളിക്ക് യോഗ്യമായി നമ്മൾ ജീവിച്ചില്ല എങ്കിൽ, അവൻ വിളിച്ച യോഗ്യതയ്ക്കനുസരിച്ച് നമ്മൾ വിശ്വസിച്ചില്ല എങ്കിൽ, നമ്മൾ 40 വർഷം നടക്കേണ്ടി വരും. നമ്മുടെ പ്രതിസന്ധികൾ കൂടി വരും. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ വിളി എന്ന് പറയുന്നത് ദാസ്യത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വിളിയാണ്. ഒന്നാമത്തെ ചിന്ത ഇതാണ്, ദാസ്യത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വിളി. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, 400 സംവത്സരം അടിമ വീടായ മിസ്രൈമിൽ താമസിച്ച മനുഷ്യർ, അവരെങ്ങനെയാണ് അവിടെ താമസിച്ചത്? അടിമകളായി, അല്ലേ? അടിമയെ നമ്മൾ ഒരു വാചകത്തിൽ രേഖപ്പെടുത്തിയാൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അടിമ എന്നാൽ എന്താ? അടിമ എന്നാൽ എന്താ? നമ്മൾ ആരും അടിമകളല്ലല്ലോ, അല്ലേ? നമുക്കത് തിരിച്ചറിയാൻ പോലും സാധിക്കത്തില്ല അടിമ എന്താണ് എന്ന വാക്കിന്. പക്ഷേ അടിമ എന്ന് പറഞ്ഞാൽ സ്വന്തം പേര് പോലും ഇല്ലാത്തവനാണ് അടിമ. അസ്തിത്വമില്ലാത്തവൻ, ഐഡന്റിറ്റി നഷ്ടപ്പെട്ടവനെയാണ് അടിമ എന്ന് വിളിക്കുന്നത്. സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെട്ടവനെയാണ് അടിമ എന്ന് വിളിക്കുന്നത്. ഈ വിളി, ദൈവത്തിന്റെ ഈ വിളി, ഇസ്രായേൽക്കാരെ ഈ ദൈവം വിളിച്ചിരിക്കുന്നത് സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെട്ട ഒരു ജനത്തെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ്, സ്വാതന്ത്ര്യത്തിലേക്ക് നടത്താൻ വേണ്ടിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ,
ഒരടിമയുടെ അവസ്ഥ എന്താ? യജമാനൻ പറയുന്നത് കൃത്യമായി അനുസരിക്കുക. അനുസരിക്കുക എന്ന് മാത്രമേ അവന് അറിയത്തുള്ളൂ. അനുസരിക്കുക എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അനുസരണത്തിന്, യജമാനൻ പറഞ്ഞ കാര്യത്തിന് ഒരു പ്രതികരണം പോലും അവന് കൊടുക്കാൻ പറ്റുകയില്ല. ഒരു പ്രതികരണം പോലും കൊടുക്കാൻ പറ്റില്ല. ഒരു അടിമയുടെ കഥ നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്. ഒരടിമ ഒരിക്കൽ അടിമച്ചന്തയിൽ വിൽക്കുവാൻ കൊണ്ടു ചെല്ലപ്പെടുകയാണ്. ബലഹീനനായ അടിമയാണ്, ആർക്കും വേണ്ടാത്ത അടിമയാണ്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അടിമച്ചന്തയിൽ നമ്മുടെ കന്നുകാലിയെ വിൽക്കുന്നത് പോലെ പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തി ഇവനെ ലേലം വിളിക്കുക. ആരും ഏറ്റെടുക്കാനില്ല. ദൃഢഗാത്രന്മാരായ, സൗന്ദര്യമുള്ള, നന്നായി അധ്വാനിക്കുവാൻ ശേഷിയുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ധനികനായ ഒരു യജമാനൻ വന്നിട്ട് ഇവനെ ഏറ്റവും വിലയുള്ള വിലയ്ക്ക്, ഏറ്റവും വില കൂടിയ വിലയ്ക്ക് ഇവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് അവനോട് പറയുക, നീ സ്വതന്ത്രനായി, ഇന്നു മുതൽ സ്വാതന്ത്ര്യമുള്ളവനായി തീർന്നു. ഇത് തിരിച്ചറിയുവാൻ ആർക്ക് സാധിക്കുന്നില്ല? സ്വാതന്ത്ര്യം എന്തെന്ന് തിരിച്ചറിയുവാൻ ആർക്ക് സാധിക്കുന്നില്ല? അടിമയ്ക്ക് സാധിക്കും. അതുകൊണ്ട് അടിമ മറുപടി പറയുന്നത്, യജമാനൻ്റേതാണ് ഞാൻ, യജമാനൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. പ്രിയമുള്ളവരെ, ഇതാണ് ഒരു അടിമയുടെ അവസ്ഥ. നാമമില്ലാത്തടത്തു നിന്ന് നാമമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെന്ന ബോധ്യം, പേരില്ലാത്തടത്തു നിന്ന് നമുക്കൊരു പേര് തന്നിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യം, അതാണ് നമുക്ക് ഈ വിശുദ്ധൻ്റെ ഇടത്ത് നിന്ന് ഇന്ന് ലഭിക്കേണ്ടത്. അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓരോ ദിവസവും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം എനിക്കൊരു പേര് തന്നിട്ടുണ്ട്. മാമോദീസ തൊട്ടിയിൽ നിന്ന് ചാക്കോ എന്നും അന്ന എന്നും മറിയ എന്നുമൊക്കെ പേരിൽ നമ്മളെ വലിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ സഹോദരനും സഹോദരിയുമായി, ക്രിസ്തുവിൻ്റെ സഹോദരിയും സഹോദരനുമായി എന്നെ വിളിച്ചിട്ടുണ്ടെന്ന ബോധ്യത്തിലാണ്, ആ ദൈവസ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ആ വിളിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വിളിയെ നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യമുണ്ടാകണം. ജീവിതത്തിൻ്റെ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഈ അടിമത്വം വല്ലാതെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അഡിക്ഷൻ എന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അഡിക്ഷൻ, നമ്മുടെ ഭർത്താവിൻ്റെ അഡിക്ഷൻ മാറുവാൻ, നമ്മുടെ മകൻ്റെ അഡിക്ഷൻ മാറുവാനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. മദ്യത്തോടും മയക്കുമരുന്നിനോടും ഒക്കെയുള്ള അഡിക്ഷൻ. ഈ മദ്യവിമുക്തി ഗ്രൂപ്പിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്, 10-20 വർഷമൊക്കെ മദ്യം കഴിക്കാതെ ഈ മദ്യവിമുക്തി ഗ്രൂപ്പിലൂടെയൊക്കെ, ഗ്രൂപ്പിലൂടെയൊക്കെ പ്രവർത്തിച്ച് നടന്നയാൾ ഒരു ദിവസം വീടിൻ്റെ കൂദാശയോടനുബന്ധിച്ച്, അല്ലെങ്കിൽ മകളുടെ കല്യാണത്തോടനുബന്ധിച്ച്, അല്ലെങ്കിൽ സഹോദരൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിനത്തോടനുബന്ധിച്ച് ഒരു ചെറിയ ഗ്ലാസ് മദ്യം കുടിക്കുന്നതോടുകൂടി അവൻ പൂർവ്വസ്ഥിതിയിലേക്ക് പോവുകയാണ്. ഇതാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഒരിക്കലും അതിൽ നിന്ന് മാറുവാൻ സാധിക്കാത്ത അത്ര വലിച്ചെടുക്കപ്പെട്ട അടിമത്വം, അത് കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു അടിമത്വമുണ്ട്. ഒരിക്കലും അതിൽ നിന്ന് മാറുവാൻ സാധിക്കാത്ത ഒരു അടിമത്വമുണ്ട്. നമുക്ക് ചില ശീലങ്ങളില്ലേ ഇങ്ങനെ, നമുക്ക് ആരോടും പറയാത്ത രഹസ്യ ശീലങ്ങളുണ്ട് അഡിക്ഷൻ്റെ. അത് കരുന്ന ഒരു ഒരു ഉന്മാദാവസ്ഥയുണ്ട്. ഒരു മദ്യപാനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു പെഗ് കഴിക്കുമ്പോൾ, അവന് മദ്യം കഴിക്കുമ്പോൾ കരുന്ന ഒരു ഉന്മാദാവസ്ഥയുണ്ട്, ഒരു പ്രഷർ ഷേക്കിംഗ്. നമുക്ക് ചില രഹസ്യ പാപങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ ചില ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ചില തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന ഒരു അഡ്രിനാലിൻ്റെ ഒരു ഹൈക്കുണ്ട്. അതൊരു അടിമത്വമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ മുൻനിർത്തി മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ മുൻനിർത്തി, ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വം എന്ന ബോധ്യത്തിൽ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ഓരോ ദിവസവും എണ്ണി നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. ഇവിടെ ഈ മദ്യവിമുക്തി ഗ്രൂപ്പിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർ പറയുന്നത്, ഇന്നത്തെ ഒരു ദിവസം ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നാണ്. നാളെ മദ്യപിക്കുമോ ഇല്ലയോ എന്ന് അവർക്കറിയത്തില്ല. പ്രിയമുള്ളവരെ, ഇതാണ്
നമുക്ക് ചിലപ്പോൾ ഇത് അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് ഇത് മനസ്സിലാകത്തില്ല, ഇടപെട്ടിട്ടില്ലാത്തവർക്ക് ഇത് അടിമത്വം എന്ന് പറഞ്ഞാൽ സമൂലമായി നമ്മളെ പിടിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥയാണ്. നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്ത അവസ്ഥ. ഇതിൽ നിന്നാണ് ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു പേരിലേക്ക്, ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് വിളിക്കുന്നത്. ഒരു അഡിക്ഷനുള്ള ഒരു മനുഷ്യൻ, മദ്യപാനിയായി അഡിക്ഷനുള്ള ഒരു മനുഷ്യന് അവസ്ഥ എന്താണ്? അവന് ദേശമെന്തെന്നോ വീടെന്തെന്നോ ഇടപെടുന്ന മനുഷ്യരെന്തെന്നോ തൻ്റെ സഹോദരി ഏതെന്നോ തൻ്റെ ഭാര്യ ഏതെന്നോ തിരിച്ചറിയുവാൻ വയ്യാതെ ഒരുപോലെ എല്ലാം കാണുന്ന ഒരു മനുഷ്യനാണ്. നമ്മുടെ ജീവിതത്തിലെ ചില പാപങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ കൃപയാൽ ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ശ്രമിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, എൻ്റെ പ്രശ്നങ്ങളിലൊക്കെ നീ ഇടപെടണം, നീ വല്ലാതെ കടന്നു വരണം, അതിനുള്ള കൃപ എനിക്ക് വേണം, അതിനെനിക്ക് ഭാഗ്യം വേണം, നിന്റെ കൃപ ലഭിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് വേണം. ഏശാവിനെയും യാക്കോബിനെയും ജീവിതത്തിൽ യാക്കോബിന് ലഭിച്ച ഭാഗ്യം എനിക്ക് തരണം. എൻ്റെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടല്ല, എൻ്റെ ചിന്താഗതിയുടെ പക്വത കൊണ്ടല്ല, മറിച്ച് നീ തരുന്ന സ്നേഹം കൊണ്ട് നീ എന്നെ ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഇസ്രായേൽക്കാരെ വിളിച്ചത് അവരുടെ ഗുണം കൊണ്ടല്ല, അവരുടെ പ്രത്യേകത കൊണ്ടല്ല, മറിച്ച് ദൈവം അവരെ വിളിക്കുകയായിരുന്നു, ദൈവം അവരെ ചേർത്ത് നിർത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. നമ്മുടെ പേരിലേക്ക്, നമ്മുടെ പേരിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ എപ്പോഴും തയ്യാറാകുക. രണ്ടാമതായി, ദാസ്യത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളിയിൽ സ്വാതന്ത്ര്യം തരുന്ന ഒരു സന്തോഷമുണ്ട്. എന്താണ് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തോന്നിയത് ചെയ്യുവാനുള്ളതാണ് സ്വാതന്ത്ര്യം. നമുക്കങ്ങനെ ഒരു തോന്നലുണ്ട്. ഈ കാലത്ത് സത്യാനന്തര യുഗമെന്നാണ് ഇതിനെ പറയുന്നത്, ഈ കാലത്തെ പറയുന്നത്. അത് അങ്ങനെയാണ് അതിന്. സത്യമില്ലാത്തൊരു കാലം, എല്ലാം കാണുന്നതൊക്കെ സത്യമാണെന്ന് തോന്നുന്ന ഒരു കാലം. അതാണോ സത്യം എന്ന് നോക്കിയാൽ അത് സത്യമാണെന്ന് കൂടുതൽ ആളുകൾ പറയുന്ന ഒരു കാലം. പ്രിയമുള്ളവരെ, ഈ കാലത്ത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചെയ്യുക എന്നുള്ളതാ. പക്ഷെ അതല്ല സ്വാതന്ത്ര്യം. അപരൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്താത്ത, അപരൻ്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാത്ത ഇതിനെയാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്. മലയാളിക്കൊരു തോന്നലുണ്ട്, അപരൻ്റെ സ്വാതന്ത്ര്യത്തെക്കാളും എൻ്റെ സ്വാതന്ത്ര്യമാണ് വലുത് എന്ന്. അങ്ങനെയല്ല. അപരൻ്റെ സ്വാതന്ത്ര്യത്തെക്കാൾ ആണ് വലുത് എന്നും എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇടം ചെറുതാണ് എന്നും വിചാരിക്കുന്നതാണ്. അതുകൊണ്ട് ദാസ്യത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കുമ്പോൾ നമുക്കെല്ലാം നൽകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന് തരുന്ന ചില ഇഷ്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നുണ്ട്, ഉണ്ണാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ മതിയെന്ന് വെപ്പീൻ. ഉണ്ണാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ മതിയെന്ന് വെപ്പീൻ. ആർക്കെങ്കിലും സാധിക്കുമോ? നമുക്കാർക്കും സാധിക്കത്തില്ല അല്ലേ? നമുക്കാർക്കെങ്കിലും സാധിക്കുമോ? നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഇതിനപ്പുറത്തല്ലേ? പ്രാർത്ഥനകളെല്ലാം ഇതിനപ്പുറത്താ അല്ലേ? ക്രിസ്തു എന്തിനാ പിന്നെ അതങ്ങനെ പറഞ്ഞത്? പ്രിയമുള്ളവരെ, അതിനപ്പുറത്തേക്ക് പോയാൽ വേദനകൾ തരും. അതിനപ്പുറത്തേക്ക് തന്നാൽ സമാധാനം നഷ്ടപ്പെട്ടു പോവും. അതിനപ്പുറത്തേക്ക് പോയാൽ സന്തോഷമില്ലാതാകും. അതുകൊണ്ടാണ് ക്രിസ്തു അങ്ങനെ പറഞ്ഞത്, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന്. ബാക്കിയൊക്കെ ബോണസാ, ബാക്കിയൊക്കെ ബോണസാ. നിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതാണ്. നിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഇതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം ഇങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മതി എന്ന് വെക്കുന്ന ഇടത്താണ് ആ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സങ്കടങ്ങളിലും വേദനകളിലുമൊക്കെ ഇത് കടന്നു വരുന്നുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കണം. ഈ മനുഷ്യർ ഇവിടെ മിസ്രൈമിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ യാത്ര തുടരുകയാണ്. 6 ലക്ഷം മനുഷ്യരാണ്, ഒന്നും രണ്ടുമല്ല. 6 ലക്ഷം മനുഷ്യരും അവരുടെ സമ്പത്തും, അവരുണ്ടാക്കിയ സമ്പത്തല്ല, മറിച്ച് ആരുടെ സമ്പത്താ?
മിസ്രൈംകാരുടെ എല്ലാവരുടെയും സമ്പത്ത് അയൽവക്കക്കാരുടെ കയ്യിൽ നിന്നെല്ലാം മേടിച്ചിട്ടാണ് അവർ യാത്ര. എന്തിനു വേണ്ടിയാ? ഞങ്ങൾ മരുഭൂമിയിൽ പോയി ഒരു ദിവസം ആരാധന കഴിഞ്ഞ് തിരിച്ചു വരും എന്നാണ് പറയുന്നത്, അല്ലേ? ശരിക്കും കൊള്ളയിട്ടുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഫറവോൻ എന്ത് ചെയ്തത്? അവരുടെ പുറകെ ചെന്നത്. അവിടെ കടൽ തീരത്ത് അവർ നിൽക്കുകയാണ്. കടൽ തീരത്ത് നിൽക്കുമ്പോൾ പുറകിൽ ഫറവോൻ, മുമ്പിൽ എന്താണ്? ചെങ്കടൽ. നമ്മൾ പാടാറുണ്ടല്ലോ, അല്ലേ? പുറകിൽ ഫറവോൻ, മുമ്പിൽ നമ്മൾ വന്നിരിക്കുന്ന പ്രതിസന്ധി അത്ര രൂക്ഷമാണ്. ഒന്നെങ്കിൽ കടലിൽ ചാടിച്ചാകുക, അല്ലെങ്കിൽ ഫറവോന് വിട്ടുകൊടുക്കുക, അല്ലേ? ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലാണ് രാത്രിയിൽ സംഹാരദൂതൻ അവരെ തടയാതെ, അവരുടെ വീട്ടിൽ കയറാതെ കടന്നുപോയിട്ട് രണ്ടാമത് കൊടുക്കുന്ന ഒരു പ്രതിസന്ധിയാണിത്. അവിടെ മോശയോട് അവർ പിറുപിറുക്കുന്നുണ്ട്. സ്വന്തം സഹോദരി പോലും പറഞ്ഞു, ഇവൻ എന്താണ്? നമ്മളെ കൊല്ലാൻ കൊണ്ടുവന്നതാണ്, ഈ മരുഭൂമിയിൽ കൊല്ലാൻ കൊണ്ടുവന്നതാണ്. നമ്മളും പിറുപിറുക്കാറില്ലേ? മോശയ്ക്കെതിരെ പിറുപിറുത്തതുപോലെ നമ്മളും പിറുപിറുക്കാറുണ്ട്. കൊല്ലാൻ കൊണ്ടുവന്നതാണ്. പക്ഷേ ആ കടൽ രണ്ടായി പിളർന്ന് ഇവർ അപ്പുറത്ത് കിടക്കുകയാണ്. പുറകിൽ വന്ന ഫറവോനും സൈന്യവും എവിടെ വീണു? ചെങ്കടലിൽ വീണു. അവർ നശിച്ചുപോയി. പ്രിയമുള്ളവരെ, നമ്മളെ വിളിച്ചിരിക്കുന്നവന്റെ വിശ്വസ്തത ഇത്രമാത്രമാണെന്ന ബോധ്യം, ആ ഒരു ധൈര്യമാണ് നമ്മളെ ജീവിതത്തിൽ നടത്തേണ്ടത്. പലപ്പോഴും ആത്മഹത്യക്ക് ശ്രമിക്കുകയും ജീവിതം നഷ്ടപ്പെട്ടു പോയി എനിക്കിനി മരിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണിത്. എന്താണ്? മുമ്പിലത്തെ ചെങ്കടൽ കടന്നു പോകുന്നു, പുറകിലത്തെ ഫറവോനും സൈന്യവും കടലിൽ പതിക്കുന്നു. തീർച്ചയായും ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ സ്വാന്തനിപ്പിക്കുന്ന, നമ്മളെ സമാധാനപ്പെടുത്തുന്ന, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ ചാരത്താണ് ഞാൻ ഇരിക്കുന്നതെന്നുള്ള ബോധ്യം നമ്മളെ വല്ലാതെ ധൈര്യപ്പെടുത്തും, വല്ലാതെ മുമ്പോട്ട് നടത്തും. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ചുവരാകുന്ന ഈ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ചിത്രം വരയ്ക്കുമെന്ന ബോധ്യത്തിൽ നമുക്ക് നിൽക്കുവാൻ സാധിക്കണം. ജീവനാണ് വലുത്, ജീവിതമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ജീവനാണ് വലുത്, ജീവിതമല്ല. ജീവിതത്തിന് എന്തു മാറ്റവും ഉണ്ടാകാം, പക്ഷേ ജീവൻ തന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ജീവനെ നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാൻ, എൻ്റെ ജീവനെ സമ്പുഷ്ടമാക്കുവാൻ, സുന്ദരമാക്കുവാൻ, അതിനെ പ്രകാശമുള്ളതാക്കുവാൻ, അത് നിറം കൊടുക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന ബോധ്യം നമ്മളെ ഓരോരുത്തരെയും ഭരിക്കുകയും ആ വിശ്വാസത്തിലേക്ക് നടത്തുകയും ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി. ഈ മനുഷ്യര് ചെങ്കടൽ കടന്ന് അപ്പുറത്ത് ചെല്ലുന്നു. അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ മരുഭൂമിയാണ്. മരുഭൂമിയിലൂടെ കുറേ നടന്ന് സീനായി പർവ്വതത്തിൽ ചെന്ന് കൽപ്പനകളൊക്കെ മേടിക്കുന്നുണ്ട്. ദൈവം അവർക്ക് കൽപ്പനകളൊക്കെ കൊടുക്കുന്നുണ്ട്, എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പോകണം എന്നുള്ളത്. എന്നിട്ട് ഈ മനുഷ്യർ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് കനാൻ ദേശം ഒറ്റുനീക്കുവാൻ, കനാൻ ദേശത്ത് എങ്ങനെയുണ്ടെന്നറിയുവാൻ പറഞ്ഞയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ കഥ അറിയാവുന്നതാണ്. യോശുവായും കാലേബും അടങ്ങുന്ന 12 പേർ കനാൻ ദേശം കാണാൻ പോവുക. കനാൻ ദേശം കാണാൻ പോയിട്ട് അവർ 40 ദിവസം ഇവിടെ പോയെന്നാ പറയുന്നേ. കനാൻ ദേശം കാണാൻ പോയി. കനാൻ ദേശത്തിൻ്റെ അവിടെ ഇവിടെ എല്ലാം പോയി അന്വേഷിച്ചു. എന്നിട്ട് അവർ നല്ല റിപ്പോർട്ടുമായിട്ടാണ് വരുന്നത്. പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം തെന്നിപ്പോയി. ഭൂരിപക്ഷം എന്താ പറഞ്ഞേ? നല്ല ദേശമൊക്കെയാണ്, സുന്ദരമായ ദേശമാണ്, അവിടെ പാലും തേനും ഒഴുകുന്ന ദേശമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സംഖ്യാപുസ്തകം 15, 16, 17 അധ്യായങ്ങളിൽ അത് പറയുന്നുണ്ട്. 2 പേർ കൂടിയാണ് ഒരു മുന്തിരിക്കുല ചുമന്നുകൊണ്ടുവന്നത്. അത്ര സമ്പൽ സമുഷ്ടമായ ദേശം. ഇവിടെ 10 പേർ പറയുന്നു സമ്പൽ സുന്ദരമൊക്കെയാണ്, പക്ഷേ അവിടുത്തെ മനുഷ്യർ ഭയങ്കര വലിപ്പമുള്ള മനുഷ്യരും, നമ്മൾ ചെന്നാൽ നമ്മളെ എന്തു ചെയ്യും? നമ്മളെ പിടിച്ച്
തിന്നുകളയത്തക്ക വിധം, നമ്മളെ തോൽപ്പിച്ച് കളയത്തക്കവണ്ണം ഉള്ള മനുഷ്യരുമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് യുദ്ധത്തിന് പോകണ്ട, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ യോശുവയും കാലേബും പറഞ്ഞു, നമ്മൾ പോണം, തീർച്ചയായും പോണം. കാരണം എന്താണ്? ചെങ്കടൽ കടത്തിക്കൊണ്ടുവന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മൾ പോണം. പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം അംഗീകരിക്കപ്പെട്ടു. ഭൂരിപക്ഷ അഭിപ്രായം അംഗീകരിക്കപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ 40 ദിവസം ഒറ്റുനോക്കിയതുപോലെ 40 വർഷം നിങ്ങൾ എവിടെ നടക്കണം? മരുഭൂമിയിലൂടെ നടക്കണം. മരുഭൂമി തരുന്നൊരു വിദ്യാഭ്യാസം നമുക്കുണ്ട്. രണ്ടാമത്തെ ചിന്ത അതാണ്, മരുഭൂമി തരുന്നൊരു വിദ്യാഭ്യാസം നമുക്കുണ്ട്. നമ്മളെല്ലാവരുടെയും വിചാരം എന്നെ വിളിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് കനാൻ ദേശം കാണാൻ റെഡിയായി എന്നാണ്. അങ്ങനെയല്ല. മരുഭൂമി തരുന്നൊരു വിദ്യാഭ്യാസമുണ്ട്. ആ വിദ്യാഭ്യാസത്തിൽ മോശ പോലും എന്ത് ചെയ്തു? തോറ്റുപോയി. മിടുക്കനായ മോശ പോലും തോറ്റുപോയി. 20 വയസ്സിന് മേലോട്ടുള്ള ആരും, കാലേബും യോശുവയും ഒഴിച്ച് ആരും എവിടം കണ്ടില്ല? കനാൻ ദേശം കണ്ടില്ല. മിസ്രൈമിലേക്ക് വിട്ടവർ വിളിക്കപ്പെട്ടവരായിരുന്നുവെങ്കിലും എല്ലാവരും വാഗ്ദത്ത ഭൂമിയിൽ എത്തിയില്ല. പ്രിയമുള്ളവരെ, നമുക്കും ഒരു വിദ്യാഭ്യാസ കാലഘട്ടമാണ്, പെഡഗോഗി. നമ്മുടെ വിദ്യാഭ്യാസ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രതിസന്ധികളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. പക്ഷേ ആ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ദൈവം കൂടെ ഇരിപ്പുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് എവിടെ ചെല്ലാൻ സാധിക്കും? നമ്മുടെ സ്വപ്നദേശത്ത് ചെല്ലാൻ സാധിക്കും. നമ്മുടെ സ്വപ്ന ഭവനത്തിൽ നമുക്ക് ചെല്ലാൻ സാധിക്കും. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നമുക്ക് ഉയരുവാൻ സാധിക്കും. നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമുക്ക് വളരുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ഈ മനുഷ്യർ വിശ്വാസം കൃത്യമായി അവരെ പരീക്ഷിക്കുന്നുണ്ട്, അല്ലേ? വിശ്വാസം കൃത്യമായി പരീക്ഷിക്കുന്നുണ്ട്. ആ മനുഷ്യർ പിറ്റേ ദിവസം തന്നെ മോശ ഇങ്ങനെ പറഞ്ഞത് കണ്ട് ഇനി 40 വർഷം കൊണ്ടേ ചെല്ലാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ യുദ്ധത്തിന് പുറപ്പെടുന്നുണ്ട്, അല്ലേ? പക്ഷെ ഒരാൾ പോലും എന്ത് ചെയ്തില്ല? തിരിച്ചു വന്നില്ല. ഒത്തിരി പേര് മരിച്ചുപോയി, തോറ്റുപോയി. ജീവിതത്തിൽ ദൈവം തരുന്ന ഒരു പോസിറ്റീവ് അനുഭവമുണ്ട്. അതിനെയാണ് ദൈവാനുഭവം എന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധിയിലും എനിക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുമെന്ന് ദൈവം തരുന്ന ഒരു പോസിറ്റീവ് അനുഭവമുണ്ട്. അതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോകരുത്. ഈ മനുഷ്യർ, അവർക്ക് മന്നയുണ്ട്, വെള്ളമുണ്ട്, അവർക്ക് പകൽ മേഘസ്തംഭമുണ്ട്. നമുക്ക് ആശീർവദിക്കും പറയുന്നുണ്ട്, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും വഴി നടത്തിയതുപോലെ നിങ്ങളെ ദൈവം വഴി നടത്തട്ടെ എന്നല്ലേ പറയുന്നത്. അങ്ങനെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി അവരുടെ കൂടെ ഇരിക്കുന്ന ദൈവം ഉണ്ട്. പക്ഷെ അവർ മിസ്രൈമിലെ ഇറച്ചിച്ചട്ടിയെക്കുറിച്ച് ചിന്തിച്ചു. സുന്ദരമായ സ്വർഗത്തിലെ മന്ന, സ്വർഗത്തിലെ ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന മന്ന അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രുചി മനോഹരമായിരുന്നു. പക്ഷേ ദാസ്യത്വത്തിൻ്റെ ചിന്തയിലേക്ക് അവർ തിരിച്ചു പോകുന്നുണ്ട്. അവർ പറയുന്നു, മിസ്രൈമിലെ ഇറച്ചിച്ചട്ടികൾ എത്ര സുന്ദരമായിരുന്നു, ആ ഇറച്ചിച്ചട്ടിയുടെ അടുത്തിരിക്കുക തന്നെ വളരെ മനോഹരമായിരുന്നു. അവർ മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണ്? കാടപ്പക്ഷി വീണ് തിന്നവരെല്ലാം, ആദ്യത്തെ ഘട്ടം തിന്നവരെല്ലാം എന്ത് ചെയ്തു? മരിച്ചുപോയി എന്നാണ് ബൈബിൾ പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, നമുക്കൊരു ലക്ഷ്യം തന്നിട്ടുണ്ട്. ലക്ഷ്യത്തിൽ നിന്ന് പഴയതിലേക്ക് തിരിഞ്ഞു പോയാൽ നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ അവിടെ അവർ മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നുണ്ട്, മോശയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമില്ല എന്ന് പറഞ്ഞ് മോശയോട് കലഹം കൂടുന്നുണ്ട്. അങ്ങനെ മോശ തന്നെ എന്ത് ചെയ്തു? ചിലപ്പോൾ നേതൃത്വത്തിനും അങ്ങനെ പറ്റും. മോശ തന്നെ തെറ്റിപ്പോയി, അല്ലേ? മോശ തന്നെ
തെറ്റിപ്പോകാൻ കാരണമായി. നേതൃത്വത്തെ കൂടി എന്ത് ചെയ്തു? അതുവരെ ഉണ്ടായിരുന്ന തീരുമാനങ്ങൾക്കനുസൃതമായി, അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ലക്ഷ്യങ്ങൾക്കനുസൃതമായി സഞ്ചരിച്ചിരുന്ന, വളരെ പോസിറ്റീവായി ദൈവത്തെ കണ്ടിരുന്ന ഒരു മനുഷ്യനെ പോലും ജനം തെറ്റിച്ചു കളയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ദേശത്ത് നമ്മൾ എങ്ങനെയാണ്? ഇങ്ങനെ തിരിഞ്ഞ് ചിന്തിക്കുന്നവരാണോ? തിരിഞ്ഞ് ചിന്തിക്കുന്ന എന്തെല്ലാം കഥകൾ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് അല്ലേ? ലോത്തിൻ്റെ ഭാര്യയുടെ കഥ നമുക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ? പത്രോസിൻ്റെ കഥ നമുക്കറിയാവുന്നതാണ്. ഇസ്കറിയോത്ത് യൂദായുടെ കഥ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒത്തിരി പേർ തിരിഞ്ഞു ചിന്തിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. പ്രിയമുള്ളവരെ, ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോയി. പത്രോസിന് കരച്ചിൽ മാത്രം മിച്ചമുണ്ടായി തീർന്നു. ഇസ്കറിയോത്ത് യൂദാ തൻ്റെ ജീവനും തൻ്റെ ഗുരുവിനെയും നഷ്ടപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ തിരിഞ്ഞു നോട്ടം, ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ദൈവം നമ്മളെ കൃത്യമായി നയിക്കുമ്പോൾ, ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ, ദൈവം നമുക്കൊരു ലക്ഷ്യം തന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, തീർച്ചയായും തിരിഞ്ഞു നോക്കാതെ ദൈവത്തിൻ്റെ സാമീപ്യബോധത്തിൽ, ദൈവത്തോടുള്ള ഇടപെടലിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കണം. മരുഭൂമി തരുന്ന ഒരു പാഠം ഇതാണ്. മരുഭൂമി തരുന്ന ഒരു വിദ്യാഭ്യാസം ഇതാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ, ആ സാഹചര്യം എന്തൊക്കെയാകട്ടെ, നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടാൽ മതി. നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുന്നത് ആരെ വെച്ചുകൊണ്ടാണ്? ഒന്നെങ്കിൽ നമ്മുടെ സഹോദരനെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്ത് ജീവിക്കുന്നവനെ വെച്ചുകൊണ്ട്, അല്ലെ നമ്മളോട് എതിരിടുന്ന ഒരുത്തനെ വെച്ചുകൊണ്ട്. അവൻ്റെ ജീവിത സാഹചര്യവുമായാണ് നമ്മുടെ ജീവിത സാഹചര്യത്തെ തട്ടിച്ചു നോക്കുക. അവിടെയാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? മനപ്രയാസങ്ങൾ, വിഷമങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. ഒരു കഥയുണ്ട്. ഒരു ദേവൻ്റെ അടുക്കൽ വർഷത്തിലൊരിക്കൽ എൻ്റെ ഒരു പ്രയാസം കൊണ്ടുവന്ന് അവൻ്റെ കാൽക്കൽ വെക്കുക. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പ്രയാസത്തിൽ വേറെ പലരും വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രയാസം എടുത്തുകൊണ്ട് പോകണം. നീ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം അവിടെ പോകും, പക്ഷെ അവൻ്റെ പ്രയാസം നിനക്ക് കിട്ടും. സാമ്പത്തിക പ്രതിസന്ധിയാണ്, എനിക്ക് ഇത്ര രൂപ കിട്ടണമെന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് വെച്ചവന് കിട്ടിയത് ക്യാൻസർ രോഗമാണെങ്കിലോ? വേറൊരുത്തനെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ അവൻ സുന്ദരനാണ്, അവൻ്റെ ജീവിതമൊക്കെ മനോഹരമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളെക്കാളും അധോഗതിയിലായിരിക്കും അവർ, നമ്മളെക്കാളും പ്രതിസന്ധിയിലായിരിക്കും അവർ, നമ്മളെക്കാളും ബുദ്ധിമുട്ടിലായിരിക്കും അവർ, മാനസികമായ സംഘർഷത്തിലായിരിക്കും അവർ. നമ്മുടെ ജീവിതം സുന്ദരമാണെന്ന് മനസ്സിലാക്കുവാൻ, സുന്ദരമാണെന്ന് കരുതുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഈ ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, മിസ്രയീം എന്ന അടിമ വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്, സൗന്ദര്യത്തിലേക്ക്, സുന്ദരമായ ഇടത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഈ തിരിഞ്ഞു നോട്ടം മാത്രമല്ല ഉണ്ടായിരുന്നത്, ഭയവും ഉണ്ടായിരുന്നു. ഒരടിമയ്ക്കുള്ളത് എപ്പോഴും എന്താ? ഭയം അല്ലേ? ഭയമാണുള്ളത്. യജമാനൻ എപ്പോഴാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്? ഈ ഭയം എപ്പോഴും ഉണ്ട് ജീവിതത്തിൽ. നമുക്കെല്ലാവർക്കും ഇങ്ങനെ എന്തോ ഒരു ഭയം ഇങ്ങനെ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ. സ്വാതന്ത്ര്യം നമുക്കുണ്ട് എങ്കിലും എന്തോ ഒരു അസ്വാതന്ത്ര്യം നമ്മളെ വല്ലാതെ വലച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പട്ടിണിയില്ല, പരിവട്ടം ഇല്ല, നമുക്ക് യാത്ര ചെയ്യുവാൻ സ്ഥലമുണ്ട്, നമുക്ക് ധാരാളം ബാങ്ക് ബാലൻസുകളുണ്ട്, നമുക്കെല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഭയം. ഇതെല്ലാം എൻ്റേതാണെന്ന ചിന്ത ആരുടേതായിരുന്നു? നമ്മൾ ഇനിയും 40-ാം നോമ്പിലേക്ക് കടക്കുകയല്ലേ. 40-ാം നോമ്പിലേക്ക് കടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചിന്ത ഇതാണ്: ഈ കാണുന്നതൊക്കെ എൻ്റേതാ, നീ എന്താ ചെയ്താൽ മതി? എന്നെ ഒന്ന് കുമ്പിട്ട് നമസ്കരിച്ചാൽ മതി. ഈ കാണുന്നതൊക്കെ എൻ്റേതാണ്, നീ എന്നെ ഒന്ന് കുമ്പിട്ട് നമസ്കരിച്ചാൽ മതി. പ്രിയമുള്ളവരെ,
ഈ കാണുന്നതൊക്കെ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നതൊന്നാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്കുള്ളതിൽ സന്തോഷിക്കുവാൻ, ഉള്ളതിൽ നിലനിന്നുകൊണ്ട് മുന്നേറുവാൻ, ഉള്ളതിൽ നിന്നുകൊണ്ട് മുന്നേറുവാൻ അത് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ദൈവത്തോടൊത്ത് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധികളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ജീവിതത്തിൽ സങ്കടങ്ങൾ ഏറി വരും. ഇവിടെ ഈ ജനത്തിന് ഈ മരുഭൂമി കൊടുത്ത ഒത്തിരി പാഠങ്ങളുണ്ട്. അവിടെ അഗ്നിസർപ്പമുണ്ടായി, അവർക്ക് വെള്ളത്തിന് വേണ്ടി അവർ പ്രശ്നമുണ്ടാക്കി, അവർ സെറ്റ് തിരിഞ്ഞ് ഗ്രൂപ്പ് തിരിഞ്ഞ് വഴക്കുകൂടി, മോശയ്ക്കും അഹ്റോനുമെതിരെ തിരിഞ്ഞു. ഇങ്ങനെ എന്തെല്ലാം പാഠങ്ങളാണ് അവർക്ക് കൊടുത്തത്. ഈ പാഠങ്ങൾക്കൊക്കെ ശേഷമാണ് അവർക്ക് കനാൻ ദേശത്ത് കടക്കുവാൻ അതെന്തുകൊണ്ടാണ്? ദാസ്യത്വത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അവർക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് ദൈവം അവർ 20 വയസ്സിന് മുകളിലുള്ള ആരെയും എന്ത് ചെയ്തില്ല? അപ്പുറത്തെത്തിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദാസ്യത്വത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, അടിമത്വത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, പ്രതിസന്ധികളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലും കണ്ണീരുകളിലും നമ്മുടെ ദുഃഖങ്ങളിലും മാത്രമാണ് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ അതിനൊക്കെ പരിഹാരമായി ദൈവമുണ്ട് എന്ന ബോധ്യത്തിൽ അത്ഭുതകരമായി കടൽ കടത്തുകയും അത്ഭുതകരമായി മന്ന തരികയും രാവിലത്തെ ചൂടിന് പകരമായി മേഘസ്തംഭവും രാത്രിയിലെ തണുപ്പിനെതിരായി അഗ്നിസ്തംഭവും തന്ന് വഴി നടത്തുകയും ചെയ്യുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം, ആ ബോധ്യം നമ്മെ ശക്തമായി നയിക്കണം. എന്തെല്ലാം വന്നാലും ദൈവം എന്നെ വഴി നടത്തും, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ദൈവം എന്നെ നടത്തും. അതാണ് വചനത്തിലുള്ള നമ്മുടെ വിശ്വാസം. നമ്മുടെ നന്മകൾക്കപ്പുറം വിശുദ്ധിയേക്കാളും വലുതാണ് വിശ്വാസം. വിശുദ്ധിയേക്കാളും വലുതാണ് വിശ്വാസം. വിശുദ്ധിയിലേക്ക് നമ്മളെ നടത്തുന്നത് വിശ്വാസമാണ്. തീർച്ചയായും നടത്തും. അവിടെ ആ രോഗബാധിതയായ സ്ത്രീ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നത് എന്താണ്? ഇവന്റെ കുപ്പായത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ മതി, എനിക്ക് എന്ത് കിട്ടും? എനിക്ക് സൗഖ്യം കിട്ടും. ഇവന്റെ കുപ്പായത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. അവളുടെ വിശ്വാസം എന്ത് ചെയ്തു? അവനിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ചു. അവൾ സൗഖ്യം പ്രാപിച്ചു. കുഷ്ഠരോഗി ചെന്ന് ക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, എന്ത് പറയുന്നുണ്ട്? ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഞാൻ നിന്നെ തൊട്ടാൽ നീ സൗഖ്യമാവുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവേ എന്നാണ്. ആ കർത്താവേ എന്ന സൗഖ്യമാകുമെന്നുള്ള വിശ്വാസമാണ് അവനെ എന്താക്കിയത്? സൗഖ്യത്തിലേക്ക് നടത്തിയത്. ഇവിടെ ദാസന്റെ രോഗം മാറുവാനായി ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ശതാധിപൻ ചെല്ലുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ ഒരുത്തനെ അയക്കുന്നു, അവൻ അവന്റെ കാര്യം നടത്തിയിട്ട് തിരിച്ചു വരുന്നു. നീ എൻ്റെ ഭവനത്തിലേക്ക് വരണമെന്നില്ല, നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, എൻ്റെ വീട്ടിലുള്ള ദാസന് സൗഖ്യം വരും. പ്രിയമുള്ളവരെ, ഈ ഒരു വിശ്വാസം കൃത്യമായി ബൈബിൾ അടയാളപ്പെടുത്തുന്നുണ്ട്, കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോന്റെ സൈന്യം, പക്ഷേ തീർച്ചയായും എന്നെ കടൽ കടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യം, ആ ബോധ്യം, ആ ഒരു വിശ്വാസം നമ്മളെ വിശുദ്ധിയിലേക്ക് നടത്തും. ജീവിതത്തിൻ്റെ പ്രോസ്പിരിറ്റിക്ക് വേണ്ടിയല്ല. പ്രോസ്പിരിറ്റിയൊക്കെ ആകാം, നമുക്ക് ഇച്ചിരിയൊക്കെ കുറേയൊക്കെ സങ്കല്പിക്കുന്നതൊക്കെ നല്ലതാണ്. ജീവിതത്തിൻ്റെ മനോഹാരിതകളും സൗന്ദര്യങ്ങളും ഒക്കെ നല്ലതാണ്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. എല്ലാം ഉള്ളപ്പോഴും, എല്ലാം എനിക്ക് ലഭിച്ചപ്പോഴും, എല്ലാം എനിക്ക് ഇഷ്ടം പോലെ ഉള്ളപ്പോഴും, തിന്നാനും കുടിക്കാനും ബാങ്കിലും അല്ലാതെയും ഒക്കെ എനിക്കുള്ളപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട് എന്ന ബോധ്യത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം തരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് ഈ മരുഭൂമിയിലെ യാത്ര നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ യോശുവായും കാലേബും രണ്ട് വ്യത്യസ്തരായ മനുഷ്യർ അവിടെയുണ്ട്. അവർ യോശുവായും കാലേബും എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നു കാണും. ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല, എങ്കിലും എൻ്റെ ഒരു സങ്കല്പമാണ്, എല്ലാ ദിവസവും പറഞ്ഞിട്ടുണ്ടാകാം, നമ്മളെ ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മളെ നടത്തുന്നുണ്ട്, ദൈവം നമ്മളെ വഴി നയിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അവൻ തീർച്ചയായും നമ്മെ സമ്പുഷ്ടമാക്കി തീർക്കുമെന്ന് പറയുന്നുണ്ടാകാം. അങ്ങനെ സുവിശേഷം പറയുന്ന
പലരും നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ഹൃദയം പോലും നമ്മളോട് അത് പറയുന്നുണ്ട്. കേൾക്കുവാനുള്ള ചെവി വേണം മാത്രം. എങ്കിൽ മാത്രമേ നമുക്കപ്പുറം കടക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോ ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഓരോ വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഈ വിളിയോടുള്ള മറുപടി എന്താകണം? ഓരോ ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ വിളിയോടുള്ള മറുപടി അതൊരു ജീവിത ശൈലിയാണ്. ഓർത്തഡോക്സ് വിശ്വാസത്തെക്കുറിച്ച്, ഓർത്തഡോക്സ് വിശ്വാസികളായ ആളുകൾ ഓർത്തഡോക്സ് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അതൊരു ലൈഫ് സ്റ്റൈലാണ്, അല്ലേ? ലൈഫ് സ്റ്റൈലാണ്. കാരണം രാവിലെ പ്രാർത്ഥിക്കുന്നു, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നു, വൈകുന്നേരം പ്രാർത്ഥിക്കുന്നു, നോമ്പുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നു, നോമ്പില്ലാത്ത ദിവസങ്ങളിൽ നോമ്പില്ലാതെ പോകുന്നു. ഇതിന് മാറ്റമില്ല, ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ലിറ്റർജിയെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച് പറയുന്നത് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്നാണ്. പള്ളിയിൽ മാത്രമുള്ള ആരാധനയല്ല, മറിച്ച് പള്ളിക്ക് വെളിയിലുള്ള ആരാധനയാണ്. അച്ഛൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സഹോദരനോടുള്ള ഇടപെടലുള്ള ആരാധനയാണ്. നമ്മുടെ ചെയ്തികളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ആരാധനയാണ്. അത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ഉള്ള ആരാധനയാണ്. പ്രിയമുള്ളവരെ, ആ നടപ്പിലെ വിശ്വസ്തത, നടപ്പിലെ ഉത്തരവാദിത്വം ഈ വിളിക്ക് യോഗ്യമായിരിക്കണം. നമ്മളെല്ലാം ദൈവം വിളിച്ചിട്ടുണ്ട്, നമ്മളെ വല്ലാതെ വിളിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിൽക്കുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴത്തിനിരിക്കും. അവൻ എന്നോടും ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം. അത്ര സ്നേഹ പൂർണ്ണമായൊരു ദൈവ വിളി നമ്മുടെ അടുക്കലുണ്ട്. ഹിന്ദു ഫിലോസഫിയിലൊക്കെ രാധാകൃഷ്ണ പ്രേമം എന്ന് പറയുന്നത് വലിയൊരു സങ്കല്പമാണ്. രാധ ഒരിക്കലും കൃഷ്ണനെ കണ്ടിട്ടില്ല, പക്ഷേ ഈ സ്നേഹം വലുതാണ്. അത് ക്രിസ്തു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ്. പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നുണ്ട്, വധുവും വരനും തമ്മിലുള്ള ഒരു ബന്ധം പോലെയാണ് വിശ്വാസിയും ദൈവവും. അതുകൊണ്ടാണ് നമ്മൾ കല്യാണത്തിന് പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ട് നിർത്തിയിട്ട് പറയുന്ന സുന്ദരികളിൽ അതിസുന്ദരി നീ. ആരെക്കുറിച്ചാ? പെണ്ണിനെ കുറിച്ചല്ല, മറിച്ച് ആരെക്കുറിച്ചാ? സഭയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളെ ഓരോരുത്തരെ കുറിച്ചാണ് പറയുന്നത്. ദൈവമേ, സുന്ദരികളിൽ ഏറ്റവും സുന്ദരമായ, ഏറ്റവും സമ്പുഷ്ടമായ, ഏറ്റവും സമാധാനമുള്ള ഒരു കൂട്ടം മനുഷ്യരെയാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ്, അല്ലേ? ഒരു സൂഫി സന്യാസികളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, ദൈവമേ, ഞാൻ സ്വർഗത്തെ സ്നേഹിച്ചിട്ടാണ് എനിക്ക് സ്വർഗം ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നരകത്തിൽ പോകട്ടെ. ഞാൻ നരകത്തെ ഭയപ്പെട്ടിട്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ എവിടെ പോകട്ടെ? നരകത്തിൽ പോകട്ടെ. ഞാൻ ദൈവത്തോടുള്ള സ്നേഹത്തിൽ പ്രതിയാണ് നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്ക് സ്വർഗം ലഭിക്കട്ടെ എന്നാണ്. നമുക്ക് മറ്റ് പൊസഷൻസിനേക്കാളും ഒക്കെ അപ്പുറത്തേക്ക്, നമ്മുടെ ഈ ജീവിതത്തിൽ തരുന്ന എല്ലാ പ്രോസ്പിരിറ്റിയേക്കാളും ഒക്കെ അപ്പുറത്തേക്ക് ദൈവം തരുന്ന ഒരു സ്നേഹമുണ്ട് എന്ന ബോധ്യം, അത് ഓർത്തഡോക്സ് വിശ്വാസം കൃത്യമായി മുമ്പോട്ട് വയ്ക്കുന്ന ആശയമാണ്. നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യം, നമ്മളെ നയിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യം, അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന ബോധ്യം. ഓർത്തഡോക്സ് വിശ്വാസത്തിൽ, സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് പോവുകയാണ്, ഓർത്തഡോക്സ് വിശ്വാസത്തിൽ പറയുന്ന സെനേർജിയ എന്നൊരു വാക്കുണ്ട്. സെനേർജിയ എന്ന വാക്ക് കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്നത് രണ്ട് സബ്സ്റ്റൻസുകൾ ഒന്നിച്ചു ചേരുമ്പോൾ ആ സബ്സ്റ്റൻസുകളുടെ ഗുണനിലവാരങ്ങളിൽ നിന്ന് മാറി പുതിയ ശക്തമായൊരു സബ്സ്റ്റൻസ്, ഒരു വസ്തുവായി മാറുന്നതിനെയാണ്. എന്ന് പറഞ്ഞതുപോലെ ദൈവവും ഞാനും തമ്മിൽ, ദൈവവും നമ്മളും തമ്മിൽ ഇടപെടുമ്പോൾ പുതിയ ശക്തമായൊരു വിചാരമുണ്ടാകും. അതിനെയാണ് വിളിയോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്, അല്ലേ? പത്രോസ് ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ സൗഖ്യമുണ്ടായി. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് പത്രോസിന്റെ നിഴൽ വീണപ്പോൾ എന്തുണ്ടായി? സൗഖ്യമുണ്ടായി എന്നാണ്, അല്ലേ? പത്രോസിന്റെ കുപ്പായത്തിന്റെ നിഴൽ വീണപ്പോൾ സൗഖ്യമുണ്ടായി. ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവം പ്രവർത്തിച്ചതിനേക്കാളും ശക്തമായിട്ടാണ്. ആ തിരിച്ചറിവ്, ആ ഒരു ബോധ്യമുണ്ടാകണം. ആ ഒരു ബോധ്യത്തിൽ നമ്മൾ നിൽക്കുവാൻ സാധിക്കണം. നമുക്ക് എത്ര പേരെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കും,
പക്ഷേ നമ്മൾ ആരെയും സൗഖ്യപ്പെടുത്തുന്നില്ല. വേദനയ്ക്കിടയിൽ നമ്മൾ ചൊറിഞ്ഞ് വേദന കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അടുക്കലേക്ക് സ്വാന്തനത്തിന് വേണ്ടി കടന്നു വരുന്ന ഒരു സഹോദരനോട് നമ്മൾ എന്താ പറയുന്നത്? അവൻ അങ്ങനെ തന്നെ വരണമെന്നല്ലേ പറയാറുള്ളത്? അങ്ങനെയാണെങ്കിൽ ദൈവസ്നേഹം നമുക്കില്ല എന്നാണ് അർത്ഥം. നമ്മളവനെ സ്വാന്തനപ്പെടുത്തുവാൻ നമ്മളെ വിളിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ സെനർജി എന്ന വാക്ക് നമ്മളോട് പറയുന്നത് ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ നമ്മൾ പുതിയൊരു സൃഷ്ടിയായി മാറുന്നു. ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പുതിയൊരു സൃഷ്ടിയായി മാറുന്നു. നാളെ മത്തായിയെ കാണുമ്പോൾ മത്തായി വേറൊരാളായി മാറുകയാണ്. മത്തായിയുടെ സ്വഭാവം പോലും രൂപീകൃതമായി മാറുകയാണ്. മത്തായിയുടെ സ്വഭാവം ദൈവത്തിന് അനുരൂപമായതായി. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത് അവന്റെ പ്രവർത്തികൾ ചെയ്യുവാനായിട്ടാണ്. ദൈവത്തോളം വളരാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവെന്ന തലയോളം വളരുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവായി മാറുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ബോധ്യത്തിൽ വേണം നമ്മൾ ഓരോ ദിവസവും ക്രിസ്ത്യാനിയായി എങ്കിൽ നമ്മൾ ജീവിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അതിന് നമുക്ക് സാധിക്കുന്നു. വിശുദ്ധമായ നടപടികളും ശീലങ്ങളും നമുക്കുണ്ടാകണം. വിശുദ്ധമായ നടപടികളും ശീലങ്ങളും നമുക്കുണ്ടാകണം. വിശുദ്ധമായ പങ്കാളിത്തം നമുക്കുണ്ടാകണം. മറ്റുള്ളവരോടുള്ള ഇടപെടലിൽ വിശുദ്ധമായിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊരുവനോട് കരുണ കാണിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിയായി നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ സുവിശേഷം പറയുവാനും നമ്മെ ദൈവം വിളിച്ചിട്ടുണ്ട്. സുവിശേഷം പറയുവാനും ദൈവം വിളിച്ചിട്ടുണ്ട്. ദൈവം എന്നെ അത്ഭുതകരമായി നടത്തി, നിന്നെയും നടത്തുമെന്ന് കൃത്യമായി അവനോട് അടയാളപ്പെടുത്തുവാനുള്ള ദൗത്യമുണ്ട്. അതുകൊണ്ടാണ് ഈ വിശുദ്ധന്റെ പാദത്തിൽ നമ്മൾ വന്നിരിക്കുന്നത്. അവൻ കൃത്യമായി നമ്മളോട് പറഞ്ഞു, ദൈവം നമ്മെ നടത്തുന്നവനാണ്, ദൈവം നമ്മെ നയിക്കുന്നവനാണ്, ദൈവം നമ്മളെ ഓരോ നിമിഷവും കൊണ്ടുവരുന്നവനാണ്, എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞു തന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു തന്നതുകൊണ്ടാണ്. നമ്മളെക്കുറിച്ചും ആ ഒരു ബോധ്യമുണ്ട്. ഞാൻ എൻ്റെ ധ്യാനം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? യെശയ്യാ പ്രവചന പുസ്തകത്തിൽ നിന്നാണ്. യെശയ്യാ പ്രവചന പുസ്തകം 43-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലെ, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, പേർ ചൊല്ലി വിളിക്കുന്നു, നീ എൻ്റേതാണ്. വളരെ പേഴ്സണലി ഒരു വിളിയുണ്ട് ദൈവത്തിൻ്റെ. നമ്മളോടുള്ള ഇടപെടലുണ്ട്. നമ്മൾ ആ ഇടപെടൽ കേൾക്കുന്നുണ്ടോ? നമ്മൾ കേൾക്കുവാനായി സന്നദ്ധമാണോ? നീ എന്തെല്ലാം തെറ്റ് ചെയ്താലും, എന്തെല്ലാം പ്രതിസന്ധിയിലായിരുന്നാലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യം. അവിടുന്ന് മിസ്രയീമിൽ നിന്ന് കനാൻ എന്ന വലിയ ദേശത്തേക്ക് നോക്കി നടക്കുന്ന മനുഷ്യരെ നടത്തിയവനായൊരു അത്ഭുതകരമായി നടത്തിയൊരു ദൈവമുണ്ട്. ദാസ്യത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വിളിയുണ്ട്. അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ജീവിതത്തിൽ നമ്മളെ വിളിച്ചിട്ടുണ്ട് എന്ന അഹങ്കാരത്തിൽ ജീവിക്കാതെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഞാൻ തോറ്റുപോകാതെ അവനോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കണമെന്നുള്ള വലിയ വിളി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, 2 ചോദ്യങ്ങൾ അവസാനമായി നിങ്ങളോട് പറയും. ദൈവവിളി ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ മനസ്സിൽ കുറിച്ചിടുക. ദൈവവിളി ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതചര്യകളിൽ ആ ദൈവവിളിക്ക് അനുയോജ്യമാണോ? എൻ്റെ ജീവിത ശൈലി ആ ദൈവവിളിക്കാൻ ചിലപ്പോൾ തെറ്റിപ്പോകാം. നട കയറുന്നവൻ്റെ അവസ്ഥയാണ് വിശ്വാസിയുടെ അവസ്ഥ എന്നാണ് പറയുന്നത്. നട കയറുന്നവൻ്റെ അവസ്ഥ. ചിലപ്പോൾ സ്ലിപ്പായി താഴെ വീഴാം. പക്ഷേ താഴെ വീഴുമ്പോഴും കൈ പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. താഴെ വീഴുമ്പോഴും കൈ പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ കുറ്റം പറയുന്നത് ദൈവമല്ല, കൂടെ നിൽക്കുന്നവരാ. കുറ്റം പറയുന്നത് ദൈവമല്ല, കൂടെ നിൽക്കുന്നവരാ. തീർച്ചയായും ആ കൂടെ നിൽക്കുന്നവരുടെ കുറ്റം പറച്ചുകളിൽ വീഴാതെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ പറയുന്നത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പോവും. കൃത്യമായി നിയമങ്ങൾ പാലിക്കുകയും നടത്തുകയും ചെയ്ത ഒരു കൂട്ടം മനുഷ്യരോടാണ് ഇത് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ കല്ലെറിയുമ്പോൾ, പുരോഹിതന്മാരെ കല്ലെറിയുമ്പോൾ, നമ്മളെ സ്നേഹിക്കുന്നവരെ കല്ലെറിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, ദൈവം നമ്മളെക്കാളും കൂടുതൽ അവരെ സ്നേഹിക്കുന്നുണ്ട്.
ദൈവം നമ്മളെക്കാളും നമ്മൾ സഹോദരനെന്ന്, നമ്മൾ സ്നേഹിതരെന്ന് വിചാരിച്ചവരെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിലാണ് അവർ നിലനിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു ബോധ്യം ജീവിതത്തിൻ്റെ ചര്യകളിൽ, നമ്മുടെ ശൈലിയിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ദൈവത്തിൻ്റെ വിളിയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുക. സിറിൽ ഓഫ് അലക്സാണ്ട്രിയയുടെ ഒരു വാക്യം ഇങ്ങനെയാണ്: ദൈവം വിളിക്കുമ്പോൾ അവൻ യാത്രയ്ക്ക് തയ്യാറാകുന്നു, പക്ഷേ അനുസരണമില്ലെങ്കിൽ ഫലമില്ലാതാകും. ദൈവം വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും യാത്രയ്ക്ക് തയ്യാറാണ്. ആത്മാവിനെ കുറിച്ച് അങ്ങനെയാണ്. ദൈവം വിളിക്കുമ്പോൾ നമ്മളെല്ലാം യാത്രയ്ക്ക് തയ്യാറാണ്, പക്ഷേ അനുസരണമില്ലെങ്കിൽ ഫലമില്ലാതാവും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വെള്ളിയാഴ്ച ഈ പരിശുദ്ധൻ്റെ കബറിടത്തോട് ചേർന്ന് നമ്മളിരിക്കുമ്പോൾ, ആ പരിശുദ്ധൻ തരുന്ന ദർശനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആ പരിശുദ്ധൻ തരുന്ന വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എൻ്റെ അനുസരണം ആ പരിശുദ്ധൻ്റെ അനുസരണത്തോട് ഒരു കുറച്ചെങ്കിലും താതാത്മ്യമുണ്ടോ? കുറച്ചെങ്കിലും താതാത്മ്യമുണ്ടോ? ഇല്ലെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ട സമയമായി, അല്ലെങ്കിൽ കനാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പാലും തേനും ഒഴുകുന്ന സുന്ദരമായ ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ നഷ്ടമുണ്ടാകാതിരിക്കാൻ തീർച്ചയായും വിളിയെക്കുറിച്ച് നല്ല ബോധ്യത്തിൽ ജീവിതശൈലിയിൽ അത് കുറച്ചെങ്കിലും കൊണ്ടുവരുവാൻ നമ്മളെല്ലാവരും ശക്തരാകണം, അതിന് തയ്യാറാകണം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ. നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ ദൈവം പ്രതിഫലം തരട്ടെ. പരിശുദ്ധൻ്റെ മധ്യസ്ഥത എനിക്കും നിങ്ങൾക്കുമെല്ലാം കാവലും കോട്ടയുമാകട്ടെ.